ഇത് ആൻജി തന്നെയാണ്. അപ്പം നമ്മൾ എന്താ പറയണ, ഇനി അവള് മാംഗോസ് ഉണ്ടാ നോക്കുക. അപ്പം കമോഡ്രസ്കോ അപ്പുറത്ത് മാംഗോസ് നോക്കാൻ പോവാം. അപ്പുറത്തെ വീട്ടില് എന്തൊരു സ്നേഹമുള്ള അച്ഛൻ. എന്തോ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണ്ട. അമ്മയ്ക്ക് അമ്മ ഡാൻസ് ചെയ്യണ്ട, ലൈക്ക് ചെയ്യണ്ട. അമ്മയ്ക്ക് ലവ് ഇടണ്ട, എനിക്ക് മാത്രം ലവ് ഇട്ടാ മതി. ഓക്കെ മാഡം. എന്താ പറഞ്ഞ ഈ പിള്ളേര് പറഞ്ഞ കേൾക്കൂലെന്നാ? കൈ പിടിക്കൂ. ഇവിടെ എന്നെ എടുത്തിട്ട് ഇരിക്കും കേട്ടോ. സോ നമ്മളെ വീട്ടിൽ ഇനിയിപ്പം സൈക്കിൾ എടുക്കണ്ട, ഇരുട്ടാറേ. സൈക്കിളേ അവിടെ നമുക്ക് മാങ്ങ ഉണ്ടോ നോക്കിയിട്ട് ഒന്ന് സൈക്കിൾ എടുക്കാം. അതാ നമ്മുടെ വീട്. നമ്മളിപ്പോ ഇവിടെയാണ്. കമ്മി തീ എത്തുന്നടാ. ഇനി വാ, അമ്മയുടെ കൈ പിടിക്ക്. ഇവിടെ നിൽക്കുന്ന ഇതെല്ലാം പറിക്കാൻ നിങ്ങൾക്ക് ഇതുവല്ല അറിയാമോ എടുക്കാനൊക്കെ? അയ്യോ, ഇൻഷുറൻസ് പുതിയ പ്രീമിയം. അപ്പൊ ഇത് പിടിക്കണ്ടേ താഴെ? വേണ്ട, ഇത് താഴെ പിടിക്കണ്ട. അപ്പൊ മാറിയുന്നേ കമ്മി. ക്യാച്ച് പിടിക്കോ? മണ്ണിലോട്ടിട്ട് ഇല്ല ഇല്ല, പഴുത്തു പോവോ? ക്യാച്ച് പിടിക്കാൻ എന്റെ കൈ മൂത്ത് വീഴും. ഇത് ഫോണില് റെക്കോർഡ് ചെയ്യും നമ്മള്. കൈ മാറ്റിപ്പിടി, ക്യാമറന്ന് കൈ. ഇത് എവിടെ ഇടും? കൈ ഇട്ടോ, ഇത് മേളില് പിടിയടി. കൈ ഇട്ടോ, ഇത് മേളില് ഇട്. അമ്മ അച്ഛ ഇവിടെ ചടവട അവിടെ ഇരിക്കുവാണ്. വീരോന്ന് തോന്നും. അപ്പം നമുക്ക് പോവാം. അപ്പളും ഹലോ ഞാൻ യൂട്യൂബറാണ്. പറഞ്ഞോ പറഞ്ഞോ. കയറ് കെട്ടി ആദ്യം ഇവിടെ മേലോട്ടുള്ളടെ അതത്രയും വിളഞ്ഞു. ഇത് ഇത്തിരി വിളവ് കുറവാണെന്ന് കെട്ടി ഇവിടത്തെ അത്രയും വിളഞ്ഞു. അങ്ങോട്ട് കെട്ടി വാക്കിന് കെട്ടി വെച്ചു. കുളിച്ചൊക്കെ നിക്കണേ, കുളിച്ചൊക്കെ കയറണേ. ഇങ്ങോട്ട് നിന്നത് കയ്യില് എത്തണയൊക്കെ കൈ വെച്ചട. ബക്കറ്റ് അങ്ങ് വലിച്ചങ്ങ് കൊണ്ടുപോകും. അല്ല, കയറിലങ്ങ് വലിച്ചാൽ മതി. എന്നിട്ട് തൊട്ടിൽ താഴോട്ട് ഇറങ്ങിയാൽ മതി. ഇടയിലൊക്കെ ഒളിച്ചിരിക്കുന്നു. പോണം. ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അല്ല കറിവേപ്പില. ഓക്കെ ഓക്കെ. ഓക്കെ വിട്ടോ. സെക്കൻഡ് ട്രിപ്പ്
കുറച്ചുകൂടി ഇറക്കുവോ? ഓക്കെ. ഓ, going for the next trip. അഞ്ചു മാങ്ങ ഒരു പോലെ. ആ എത്തി കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട്. ആ 3 എണ്ണം. ആ അത് കിട്ടി. ആ അതിന്റെ ഓ വന്ന് കൺമണി ഇച്ചിരി നേരം അങ്ങ് മേളിൽ കയറി നിക്കോ. ആ ഇനി കുറച്ചുകൂടി അതേ പൊസിഷനിൽ മേളിലോട്ട് പോണം. ആ കുറച്ചുകൂടി മേളിലോട്ട് ഫ്രണ്ടിലോട്ട് പോ. അവിടുന്ന് കുറച്ച് റൈറ്റിലോട്ടുണ്ടേ. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് കണ്ടാ. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് എടുത്തേ. ആ ഒരുമിച്ച് നിൽക്കുന്നു. കുറച്ചുകൂടി ഫ്രണ്ട് കണ്ടില്ലല്ലേ. കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയിട്ട് അങ്ങ് എടുത്തോ. ആ ഒത്തിക്കൂടാ. അത് തന്നെ. ആ പൊക്കിട്ടെടുത്തോ. ആ കിട്ടി. ഇനി അവിടെ ഉണ്ടേ. ഞാൻ 2 എടുത്തോളൂ. കൊടുക്കാം. ഈ മാങ്ങ അടിച്ചു തന്നെ ആന്റി. ഇത് മാംഗോ ജ്യൂസ് കുടിച്ചോ കുറച്ച്. കുടിച്ചോ മാങ്ങ ജ്യൂസ്, നല്ല ജ്യൂസ്. ഇതെങ്ങനെ ആന്റി അരിച്ചെടുക്കോ? ഇല്ല തൊലി കളഞ്ഞിട്ടേ ശകലം പഞ്ചാര ഇടും. എങ്കില് മധുരം ഉണ്ട്, കുറച്ചിടും. ടേസ്റ്റ് കൂടി. മാങ്ങ വെള്ളം ദാഹിച്ചിരിക്കണ ആളുണ്ട്. നല്ല ടേസ്റ്റ് ചേട്ടാ. ഞാൻ അരിക്കും. ഫൈബർ അല്ല ഇതില് ഒന്നും ഇല്ലല്ലോ. നല്ലോണം അടിച്ചാ മതി. പിന്നെ ഇതില് നാരൊന്നുമില്ല കേട്ടാ. മാങ്ങയ്ക്ക് നാരില്ല. മണ്ടയിലോട്ടും തോണ്ട് ആ സൈഡില് കയ്യിൽ കൂടെ കയറി ഓടുകയും ചെയ്തു. ഇല്ല അത് കുടി. എനിക്ക് ഉണ്ടല്ലോ അതാണ്ട് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോയി അടിച്ചത്. അത് വിനയം കൂടെ മാങ്ങരുത്. വിനയനും ഞാൻ മാങ്ങ ജ്യൂസ് എടുത്തു. വിനയൊരു കപ്പിൽ, വലിയൊരു കപ്പിൽ തന്നെ കൊടുത്തു. പഞ്ചാര ഇട്ടില്ലെങ്കിലും കൊള്ളാൻ തോന്നുന്നു. പഞ്ചാര അല്ല ഇത്തിരി ഇട്ടുള്ളൂ, കൂടുതലിട്ടില്ല. ഇളയവനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. ചില നമ്മൾ കഴിച്ചിട്ട് ബാക്കി കൊടുക്കുന്ന ആഹാരം കഴിക്കൂല. ഞാൻ പിടിക്കണ്ടേ? ഒറ്റയ്ക്ക് കയറി പഠിക്കണം. ഇതിൽ 2 കൊല്ലം കഴിയുമ്പോൾ ഇതിനൊക്കെ കയറി മാങ്ങ അടക്കാൻ പറ്റുള്ളൂ. വേണ്ട അവളെ പിടിക്കണ്ട. ജസ്റ്റ് നിക്കാ വന്ന്. ഞാനും ആലോചിച്ചിട്ട് എങ്ങനെ പിടിച്ചെന്ന്. ഒരു 2 മാങ്ങ കയറി കഴിഞ്ഞാൽ പിന്നെ പാട്. പിന്നെ മാങ്ങ എന്ന് പറഞ്ഞാൽ മാങ്ങയാണ് ചിലത്.
അല്ല പൈപ്പ് പക്ഷേ ഇതായതുകൊണ്ട് ഇത്ര വെയിറ്റ് കുറവുണ്ടോ ആന്റി? ആ കേറി ആ വളച്ചു അതിന് വെയിറ്റ്. പിടിച്ചോളൂ ജമ്മോ. ആ ഇതാണ് നീലങ്ങ് മേളി പോണെന്ന് പറഞ്ഞേ. പേടിയായി. ഓക്കെ പറഞ്ഞു. ഇത്രയും വാങ്ങിയിട്ടില്ലേ? പാട്ട് പാടിയ എനിക്ക് തൂത്ത് വയ്യ. ലൊക്കാലിറ്റിയിലുള്ള സെക്യൂരിറ്റീസ് ആണ് ഇവർ രണ്ടുപേര്. പുറത്തുനിന്ന് പരിചയമില്ലാത്ത ഏത് വണ്ടി വന്നാലും ഇവർ കൊതിക്കും. ഒന്നിൻ്റെ പേര് കൈസർ എന്നെന്തുവാണ്. ഓ എനിക്ക് എൻ്റെ മണ്ടേ കയറണമെന്ന്. ഏറ്റവും മേളിൽ പോയിട്ടാ? വേണ്ട അമ്മി വേണ്ട, വിളക്ക് എത്തിക്കാറായി. എനിക്ക് വയ്യ മിട്ടു. അയ്യോ അമ്മേ, എന്നാ മിട്ടും കൂടെ വാ. മിട്ടും കൂടെ വന്നാ ഞാൻ പോവാ. മിട്ടും കൂടെ വന്നാ ഞാൻ പോവാ. വിളക്ക് എത്തിക്കണം. എടാ ആന്റിക്ക് മറ്റേ ഓട്ട് മാങ്ങും. സെക്യൂരിറ്റീസ് അവരടുത്ത മാംഗോസ്, അടുത്ത മാങ്ങ എടുക്കാൻ പോയി. ഇവിടുത്തെ വൈകിട്ടത്തെ വ്യൂ സൂപ്പറാണ്. അമ്മേ ഇവിടെ മാങ്ങയുണ്ട് ഫ്രണ്ട്സ് ഗൈസ്. മീമേ ഇന്ന് ഇത് നല്ല തളിരെള്ളയുടെ മണം. ഇത് ഇല്ല താഴെ ഇരിക്കുന്ന അപ്പുറത്തുനിന്ന് എടുത്ത്. പക്ഷെ നമുക്ക് വൈകിട്ട് ഇവിടെ വന്ന് ഇരിക്കല്ലേ, താഴെ ചുമ്മാ ഇരിക്കണേ കാട്ടി. ഈ കൊച്ചു പറയുമ്പോഴൊക്കെ പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോ പേടി. ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റൂ, നല്ല കാറ്റ്. വിട്ടും കൂടെ ഉള്ളപ്പോഴേ പക്ഷെ വരാൻ പറ്റും. ആളില്ല. എടാ ആ കാണുന്നത് ഏതാണ്? യുഎസ്ഡിയാ? വേണ്ട, ആളൊരു 2 മണിക്ക് തുടങ്ങിയ മിട്ടു ആ താഴെ ചൂടത്തിരിക്കണേക്കാട്ട് നമുക്ക് ഇവിടെ വന്ന് ഇരുന്നൂടായിരുന്ന. ഇവിടെ എന്തൊരു കാറ്റ്.
ഓർമ്മയില്ലേ നമ്മള് കല്യാണം കഴിഞ്ഞ സമയത്ത് ഡെയിലി വൈകിട്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ്. കമ്മി ഇവിടെ കോവിഡ് ആയിരുന്നു അന്ന്. അപ്പൊ ഇവിടെ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ വേറെ സ്ഥലമൊന്നുമില്ല. നമുക്ക് നാളെ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യാം. കുറച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ മറ്റേ സ്റ്റോണിന്റെ ഇതൊക്കെ എടാ ഒരു ബെഡ് വാങ്ങിച്ചിട്ടാ മതി, മറ്റേ പ്ലാസ്റ്റിക്കിന്റെ. വൈശായിട്ടനൊക്കെ അവിടെ ഇട്ടേക്കണല്ലേ ടെറസില്. ചുമ്മാ അച്ഛ വെച്ചതാ, മിട്ടുവിന്റെ അച്ഛൻ വെച്ചതാ. ഓ നല്ല മണം. നമുക്ക് അച്ഛനെ ഒരിടത്തും ജോലിക്ക് കിട്ടാലോ അമ്മ? ഇപ്പൊ പിന്നെ ജോലിക്കല്ലേ പോണ. അമ്മീ ഭയങ്കര മണം. മട്ടൻ ബിരിയാണി ടുഡേ സ്പെഷ്യൽ. മോനോ ഇതാര് വിട്ടു? ഇൻട്രൊഡ്യൂസ്. ഇതും മോനും അതും മോനും. ഇത് കുഞ്ഞമ്മേരെ മോനും അത് എന്റെ അമ്മേരെ മോനും. എന്തോന്ന്? അത് കുഞ്ഞമ്മേരെ മോനും ഇത് എന്റെ അമ്മേരെ മോനും. കൺമണി ഇത് കണ്ട ഇതിപ്പൊ തീരും. ഇത് ഹലോ ഗുഡ് മോർണിംഗ്. തുടങ്ങി അങ്ങോട്ടൊക്കെ പോ. കൺമണിക്ക് എന്തോന്ന് കൊടുക്കും? അതുപോലെ ഇരിക്കുന്നത്. അമ്മോനെ കഴിച്ചിട്ട് അച്ഛനുണ്ടാക്കി ബിരിയാണി കഴിച്ചില്ല. കമ്മി ബിരിയാണി എടുക്കട്ടാ? അതിന് കൊതിയാന്ന് കണ്ടില്ല. എടാ എനിക്കിവിടെ എടാ കഴി, ഞാൻ നോക്കട്ടെ. വേണോ? അല്ല എനിക്ക് മട്ടൻ വേണ്ട, ഞാൻ റൈസ് മാത്രമേ. മട്ടൻ കൂട്ടി കഴിച്ചു നോക്ക്. അല്ല നീ കഴി, ഞാൻ നിന്റെ റിയാക്ഷൻ എടുക്കണേ. അച്ഛൻ വെച്ച ബിരിയാണിയാണ്. ബിരിയാണി കഴിച്ചാ? നീ പുറകണിച്ചോളാ. സെക്കൻഡ് റൗണ്ട് ഓഫ് ബിരിയാണി കഴിക്കണം. എനിക്കിവിടെ ഒരു പിടി തരുമോ? നല്ല ടേസ്റ്റ്. കഴിച്ചു നോക്ക്. കുറച്ചുകൂടി ഇട്ട് വായിച്ചാ ഇതൊന്നും ഇല്ല. എനിക്ക് ക്യാഷ് ഇത്ര ഇത് ഇത്ര എടുത്തോ. ഒരു 2 പിടിയെ കഴിക്കാൻ പറ്റും. എന്തിനാ? ബാ കാണിച്ചാ എന്തോ കളിച്ചോണ്ടിരുന്നോ? ബാ അവിടെ പൊടിയുണ്ട്. എന്താ? അയ്യോ അതെന്ത്? അതെന്ത്? എന്താ ഫ്രണ്ട് അല്ലാത്ത? അമ്മയിൽ ഓറഞ്ച് ഇല്ല. അമ്മി
അമ്മി അത് പുല്ലല്ലത്. അവിടെ ഓറഞ്ച് ഇല്ല അമ്മി. ബാ നമുക്ക് അവിടെ പോയി ചല്ലി എടുത്ത് കളിക്കാം. അതിൽ ഓറഞ്ചുണ്ടോ? ഇത് വെള്ളം ചൂടല്ലേ, മഴ വരുമ്പോ ഓറഞ്ച് വരും. കമ്മിയാന്ന് വെള്ളം ലീക്ക് ആവണം. അമ്മ അടയ്ക്ക് ഇനി പുറത്തുള്ളാക്കണ്ട. എവിടെ പോണ? അച്ഛമ്മനെ പേടിപ്പിക്കാൻ. അച്ഛനെ പേടിപ്പിക്കാം. പെട്ടെന്ന് പോയിട്ടോ. ഡോർ അടച്ചിട്ട് നീ കൊട്ട്. ഇനി കൊട്ടിട്ട് ഡോറില്. അത് പോയി കൊട്ട്. അച്ഛനാണ് അടച്ചത്. വിട്ടു കൈ അടച്ചളഞ്ഞ് തുറക്ക്. എന്തോന്ന് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ അച്ഛമ്മനെ പോയി പേടിപ്പിക്കും. പക്ഷെ അച്ഛമ്മ വഴക്ക് പറയൂ. ഒരു കിലോ എത്ര രൂപ? എത്രാമത്തെ റൗണ്ട് ഇത് കഴിക്കണത്? പറയണം എന്തൊരു എല്ലാരും പോയ അച്ഛൻ്റെ മുമ്പ് അടിപൊളി വേണ്ട. ആ മിട്ടു മട്ട മാത്രം പറക്കി കഴിക്കണം. ആദ്യം കഴിച്ചത് ഞാൻ മരിച്ചു കൊടുത്തു. പോയിട്ട് വരാം. നാളെ വരാം. നാളെ എന്താ സ്പെഷ്യല്? അപ്പം അപ്പവും ചമ്മന്തിപ്പൊടി. നാളെ അപ്പവും ചമ്മന്തിപ്പൊടിയും. രാവിലെ എനിക്ക് കുക്കിംഗ് ഇല്ല. മിട്ടു എന്തുകൊണ്ട് വിശേഷം? കഴിക്കാൻ കൊള്ളായിരുന്നു. ഇതിപ്പം മിട്ടു കുഴപ്പമില്ല. ഇത് മട്ടൻ കഴിച്ച് വേറെ പാത്രത്തിലിടാത്ത കുഴല് തീർന്ന എനിക്ക് കുഴല് തന്നില്ല അമ്മ. ഇനി കുഴലുണ്ടാ? മറ്റേ കുഴല് എല്ല് മിട്ടു കഴിക്കുന്ന സാധനം ഇല്ലേ? ഞാൻ ആടിന്റെ ഇത് മാത്രമേ ഇളക്കി ചേട്ട ഒന്ന് കാലത്ത് കഴിച്ചു. എന്റെ അച്ഛനെ പറ്റിയുള്ള എന്റെ എല്ലാ ധാരണയും തെറ്റിപ്പോയമ്മ. ഞാൻ വിചാരിച്ച അച്ഛനെയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രമേ ഇടാറുള്ളൂ. കുറെ നാളുകൊണ്ട് ഇങ്ങനെ തന്നെ കഴിക്കണം. പക്ഷെ ഇന്ന് വരെ ആ എണ്ണ ഒഴിക്കാതിരിക്കും. നമുക്ക് ഒരു ദിവസം ആ റെസിപ്പി എടുക്കായിരുന്നു. എണ്ണ മാത്രം മാറ്റിയതേ ഉള്ളൂ. എണ്ണയ്ക്ക് പകരം ഒഴിക്കാൻ സമ്മതിച്ചില്ല. ഒരു ചായ അതുകൊണ്ട് എല്ലാ വർഷവും കരിമരുന്ന് പ്രയോഗവും മറ്റു പ്രയോഗവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് 5000 നല്ല ലെറ്റർ അല്ലേ? ചിക്കൻ കഴിക്കുന്നവർക്ക് ഒരു കിലോഗ്രാം ചിക്കൻ അവർ